ഉണ്ടാക്കുന്നത് നമ്മുടെ ഷമാം ജ്യൂസാണ് കേട്ടോ. ഷമാം ജ്യൂസ് നല്ല ഹെൽത്തിയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ജ്യൂസ് ഉണ്ടാക്കണം നോക്കി നോക്കാം. അപ്പോൾ കമോൺ, ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം തന്നെ അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ. നമ്മളിത് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം പൗത്തക്കണം കേട്ടോ. ഇത് നല്ലോണം നട്ട്സും ഉണ്ട് കേട്ടോ. ഞാൻ ഇതിലത്തെ കുരു മാറ്റിയാണ്. നമുക്കിത് കുരു കഴിക്കാനൊക്കെ വളരെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പം നമുക്ക് കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇത് ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് ഇത്. നമുക്ക് ഇതിൻ്റെ ഈ കുരു ഉണ്ടല്ലോ അതെല്ലാവർക്കും കഴിക്കാം. ഇതിൽ വിറ്റാമിൻ എയും സിയും ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയ ഒരു ഇതാണ് ഈ ഷമാം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ആദ്യത്തെ കുരുവൊക്കെ ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം 2 പീസായിട്ട്. ഇത് ചെത്തിയിട്ട് ജ്യൂസ് അടിച്ചാട്ടോ. അപ്പം ഞാൻ മുറുക്കൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ നമുക്ക് ഈത്തപ്പഴം അണ്ടിപ്പരിപ്പും വെള്ളത്തിൽ പൊതിർക്കാൻ വെക്കണം 5 മിനിറ്റ്. നിർത്തിയതാണിത് കണ്ടോ. ഇങ്ങനെ അവിടെ 5 മിനിറ്റ്. അപ്പം നമുക്ക് നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിനിറ്റ് പൊതിർക്കാൻ പറ്റില്ല. ഈത്തപ്പഴം അണ്ടിപ്പരിപ്പും ഇത് നമുക്ക് അങ്ങോട്ട് പാർന്നു കൊടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായിട്ട് നമ്മൾക്ക് ഫ്ലേവറിന് 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് മിക്സിക്ക് ഇട്ട് കൊടുക്കാം. ഇത് അടുത്തതായിട്ടുള്ളത് ഒരു പഞ്ചസാരയുണ്ട്. 1/2 ഗ്ലാസ് പഞ്ചസാര ഉണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തണുത്തുറിച്ച പാലാണ് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഒന്ന് മൂടി കൊടുക്കാം. അങ്ങനെ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ടേസ്റ്റിന് അങ്ങനെ കുടിച്ചുമ്പോൾ ഇനി അങ്ങനെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഷമാം അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു ജ്യൂസാണ് ഇത്. നമുക്കിപ്പോൾ വെയിലത്തൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോയി വന്നാൽ വളരെ ക്ഷീണതേക്കാരം. അപ്പോൾ ഇത് ഷമാം ഉണ്ടെങ്കിൽ അത് അഴിച്ചു നോക്കുക, എന്നിട്ട് കുടിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. പിന്നെ ഒരു കാര്യം മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.